കലൂർ സ്റ്റേഡിയത്തിൽ സംഘനൃത്തം നടത്താൻ അനുമതി തേടി GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയെയാണ് മൃദംഗവിഷൻ ആദ്യം സമീപിക്കുന്നത്. എന്നാൽ അത് പരിഗണിക്കാനാവില്ലെന്ന് കാട്ടി GCDA എസ്റ്റേറ്റ് വിഭാഗം അപേക്ഷ തള്ളിയതായി രേഖകളിൽ വ്യക്തം. 2025 ഏപ്രിൽ വരെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന് ഫുട്ബോളിന് മാത്രമായി നൽകിയിരിക്കുകയാണ്. ടർഫ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നുവെന്നും അതുകൊണ്ട് പരിപാടി നടക്കില്ലെന്നുമാണ് എസ്റ്റേറ്റ് വിഭാഗം പറഞ്ഞത്. എന്നാൽ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം പിന്നീട് ഉന്നത ഇടപെടലിനെ തുടർന്ന് അട്ടിമറിക്കപ്പെട്ടു. ശരവേഗത്തിലായിരുന്നു കാര്യങ്ങൾ. ഇതിന് നേതൃത്വം നൽകിയത് ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണെന്ന രേഖകളിൽ തെളിയുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ NOC കിട്ടി, ടർഫിനെ ഒഴിവാക്കിയുള്ള പരിപാടിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ചന്ദ്രൻപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് വാടക നിശ്ചയിച്ചതും. സംഭവം വിവാദമായതിനിടെ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. ഇവിടേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിവാദം കത്തിപ്പടർന്നതോടെ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയുടെ മറുപടി ഇങ്ങനെ. മറുപടിയിൽ മേയർ M അനിൽകുമാറിനെതിരെ ഒളിയമ്പും. തികച്ചൊരു അപകടമാണ്, അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു വീഴ്ചയാണ്. അത് തീരുമാനമെടുത്തോണ്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കളി നടത്താണ്ടിരുന്നാൽ പോലെ സ്റ്റേഡിയം പിന്നെ എന്ത് ചെയ്യാൻ പോകണം? താൽക്കാലികമായ സംവിധാനം ഉണ്ടാക്കിയത് തെറ്റാണ്, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനവർ സമാധാനം പറയേണ്ടി വരും. വീഴ്ചകൾ ആരുടേതാണെന്നുള്ളത് പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ, നമുക്കതനുസരിച്ച് ചെയ്യാം. ഇതിനിടെ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം അട്ടിമറിച്ചതിന് പിന്നിൽ അഴിമതിയെന്ന് ചൂണ്ടിക്കാട്ടി ചന്ദ്രൻപിള്ളയ്ക്കെതിരെ കൊച്ചി സ്വദേശി ചെഷയർ വിജിലൻസിന് പരാതി നൽകി. ടർഫിന് കേടുപാടുണ്ടായോ എന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് കൂടി എത്തിയതോടെ വിഷയം കൂടുതൽ സങ്കീർണമായി. മാത്രമല്ല GCDAയും മൃദംഗവിഷനും തമ്മിലുള്ള കരാറിൽ പറഞ്ഞ പല കാര്യങ്ങളും പാലിക്കപ്പെട്ടിരുന്നുമില്ല. തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ചത് വഴി മൃദംഗവിഷൻ കാട്ടിയത് വലിയ തെറ്റും ഗുരുതര വീഴ്ചയുമാണ്. എല്ലാ കാര്യങ്ങളിലും സംഘാടകർക്ക് ഒത്താശ ചെയ്ത അധികാര കേന്ദ്രങ്ങൾക്കും ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. അവരും കുറ്റക്കാരാണ്. GCDA ഉൾപ്പെടെയുള്ളവർ പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞേ മതിയാകൂ. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.